നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ പാർട്ടി എംഎൽഎക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നക്സലൈറ്റുകൾ വരുമെന്ന് കോന്നി എംഎൽഎ KU ജനീഷ് കുമാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്? ഇതേക്കുറിച്ച് സഖാവ് G ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ അദ്ദേഹം പട്ടാളത്തെ വരുത്തുമോ നക്സലൈറ്റുകളെ വരുത്തുമോ എന്ന തലക്കെട്ടിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഗുണ്ടകളെ അമർച്ച ചെയ്ത് നാട്ടിൽ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെയും തലസ്ഥാനത്തെ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിൽ ആഹ്വാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി MLA ജനീഷ് കുമാർ പത്തനംതിട്ടയിൽ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കിയത് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കി കിട്ടാനായി വേണ്ടിവന്നാൽ നക്സലൈറ്റുകളെ വിളിക്കുമെന്നാണ്. പോലീസിലും പട്ടാളത്തിലുമല്ല നക്സലൈറ്റുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട വിധം ഭരണം അധപതിച്ചിരിക്കുന്നു എന്നതല്ലേ സത്യം? 10 വർഷം തുടർഭരണം നടത്തിയതിന്റെ ഖ്യാതി കൊണ്ടാടുന്നവരെ നോക്കി കൊഞ്ഞനം കാണിക്കുകയില്ലേ ഈ ഭരണകക്ഷി MLA? 2001 നവംബർ 7 കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് AK ആന്റണി. ആ ഭരണത്തിൽ കോൺഗ്രസിന്റെ കോഴിക്കോട് DCC പ്രസിഡന്റ് M വീരാൻകുട്ടിയെ പുലർച്ചെ 4:15 അന്നത്തെ പോലീസ് കമ്മീഷണർ കിടക്കപ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസിന്റെ ഉത്തരവ് മാനിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു കമ്മീഷണർ സാഖറെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ ഇതിനെതിരെ പത്രസമ്മേളനം നടത്തി പ്രതിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രി AK ആന്റണി അറസ്റ്റിൽ ഉറച്ചുനിന്നു. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകുമെന്ന് ആന്റണി ശാഠ്യം പിടിച്ചു. അതുതന്നെയാണ് മുഖ്യമന്ത്രി EK നായനാരുടെ ഭരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 കൗൺസിലർമാരെ റാഞ്ചിയ സംഭവത്തിലെ പ്രതികളെ പട്ടാപ്പകൽ 500ഓളം പോലീസുകാരെ അയച്ച് സ്വന്തം പാർട്ടിയുടെ തലസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസർ റെയ്ഡ് ചെയ്ത് പ്രതിയെ പിടികൂടിയപ്പോഴും സംഭവിച്ചത്. അന്നെല്ലാം മുഖം നോക്കാതെ നിയമം അതിന്റെ വഴിക്ക് പോയി. അതാണ് ആ ഭരണത്തിന്റെ മഹത്വം. ഗുണ്ടകളെ അമർച്ച ചെയ്ത് ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതായി മാധ്യമങ്ങളിൽ ഇന്നും വാർത്ത വന്നിട്ടുണ്ട്. ഫേഷ് മുഖ്യമന്ത്രി, അങ്ങ് ഏത് ഓളത്തിലാണ് ജീവിക്കുന്നത്? ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ രോമത്തിൽ തൊടാനുള്ള ചങ്കുറപ്പ് മുഖ്യമന്ത്രിക്കുണ്ടോ? ഗുണ്ട അടുത്തെങ്ങാനും ഉണ്ടെന്ന് കേട്ടാൽ 40 കാറിന്റെയും എസ്കോർട്ടൊപ്പമുണ്ടോ എന്ന് ഇരട്ട ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പുറത്തിറങ്ങുന്ന ഈ ഭീരു എന്താണ് ഇങ്ങനെ വീമ്പടിക്കുന്നത്? സ്വന്തം പാർട്ടിയിലെ നിയമസഭാംഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിലെ മുഴുവൻ സേനയെയും പോലീസ് DYSPയുടെ നേതൃത്വത്തിൽ ബന്ദിയാക്കി വെച്ച് ഭേദ്യം ചെയ്യുകയും പച്ച തെറി പറഞ്ഞ് പുലഭ്യം വിളിക്കുകയും ചെയ്തപ്പോൾ ഗുണ്ടകളെ അമർച്ച ചെയ്യണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആർക്ക് ക്ഷൗരം ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു? ആ MLAയുടെ രോമത്തിൽ തൊടാൻ ഇവിടെ ഒരു നിയമപാലകനും ഉണ്ടായിരുന്നില്ലല്ലോ. പാർട്ടി നേതാക്കളുടെ ആക്രോശത്തിന്റെ ഇതേ ആവലാതി ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലെയും ഉന്നത പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും കൽക്കട്ടയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർമാരുടെയും ചുണ്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്ന് ഈ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയവർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്നതും ഞാൻ ഓർക്കുന്നു. അവരന്ന് പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ 5 ലക്ഷം പാർട്ടി അംഗങ്ങളെയും ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ ഭരണത്തിന് അധികം ആയുസ് ഉണ്ടാകില്ലെന്ന്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസ് കത്തിക്കും എന്ന് MLA പറഞ്ഞതാണോ സംഭവിക്കുക? അതോ ജനാധിപത്യ ധ്വംസനത്തിന് ചൂട്ടുപിടിക്കുന്നവരെയാണോ കത്തിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതെന്താ കാട്ടാള വാഴ്ചയാണോ? ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ മറ്റേതെങ്കിലും കോളത്തിൽ പോയി പാർക്കുകയാണോ? ആർക്കും പ്രതികരിക്കാൻ നട്ടല്ലില്ലേ? ഇന്ത്യ പാക് സംഘർഷം കണക്കിലെടുത്ത അഖിലേന്ത്യാ പണിമുടക്ക് ജൂലൈ 9 മാറ്റിവെക്കുന്നു എന്ന് പറയുന്നവർ സർക്കാരിന്റെ വാർഷികാഘോഷ ധൂർത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് അഹങ്കരിക്കുന്നതിലെ വിരോധാഭാസവും എന്തുകൊണ്ട് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നില്ല? ഞെട്ടിക്കുന്ന ദുര്യോഗങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. എവിടെയെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ പ്രതിപക്ഷം? അടുത്തു വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ ഏത് മന്ത്രിയുടെ കൂടെ നിന്നാലാണ് കൂടുതൽ മെച്ചം കിട്ടുക എന്ന ഗവേഷണത്തിലാണ് പാർശ്വവർത്തികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ശക്തിധരൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്, പശ്ചിമ ബംഗാളിന്റെ 33 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് തേർവാഴ്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളം പതിച്ചുകൊണ്ടിരിക്കുന്ന ഗർത്തത്തിന്റെ ആഴം. ആഭ്യന്തര വകുപ്പ് പാർട്ടി നേതാക്കൾക്ക് മാത്രമല്ല താഴേക്കിടയിലുള്ള ഊച്ചാളി അണികൾക്കും ഊച്ചാളി കമ്മികൾക്കും വിടുപണി ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു. കോടതികൾക്ക് പോലും ഇവനൊക്കെ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളും ഗുണ്ടായിസവും കാണാൻ കാഴ്ചയില്ല എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ കാര്യം. പ്രതികരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. പ്രതികരിക്കേണ്ട യുവത്വം രാസലഹരിയുടെ മായിക വലയത്തിലാണ്. അവർക്ക് ചിന്തിക്കാൻ ഒന്നേയുള്ളൂ, നാളെ എങ്ങനെ ലഹരി മരുന്ന് വാങ്ങാനുള്ള പണം ഒപ്പിക്കാം. അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് ഭരണകൂടത്തിനും വേണ്ടത്. പേടൻ സിന്ദാബാദ്, ചിഗുവേര സിന്ദാബാദ്.